അഴകും തലയെടുപ്പുമുള്ള ആനകൾക്ക് എന്നും ആരാധകർ ഏറെയാണ്. അതുപോലെ തന്നെയാണ് ചില പാപ്പാന്മാർക്കും. സ്റ്റാർ പദവിയാണ് ചിലർക്ക്. ആരാധകർ അവർക്കും ഏറെയുണ്ട്. അങ്ങനെയുള്ള ഒരു പാപ്പാനാണ് ഇന്ന് നമ്മോടൊപ്പം. തൃക്കാരിയൂർ വിനോദ്. വിനോദേട്ടാ സുഖല്ലേ? ഇപ്പോൾ വിനോദേട്ടനുള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ആനകളിലൊന്നായ ചിറക്കൽ കാളിദാസൻ്റെ കൂടെയാണ്. ഇതിനു മുൻപ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ഒപ്പമായിരുന്നു. അതുപോലെ തന്നെ നിരവധിയായ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനകളുടെ കൂടെയായിരുന്നു വിനോദേട്ടൻ ഉണ്ടായിരുന്നത്. വിനോദേട്ട ഈ ഒരു ഇത്രയും എത്ര വർഷമായി ശരിക്കും? 19 വർഷമായി. 30 വർഷമായി. വിനോദേട്ടനെ കുറിച്ച് നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആനകൾക്ക് ഒരുപാട് ആരാധകരുണ്ട്. അതുപോലെ തന്നെയാണ് വിനോദേട്ടൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഇതിനൊക്കെ നോക്കിക്കാണുന്നത്? അതിപ്പോൾ നമ്മൾ ഈ വലിയ ആനകളും ഇതുള്ള ആനകളെ കൊണ്ടു നടക്കുമ്പോൾ കുറേ ആൾക്കാർ അതിനോടുള്ളൊരു കമ്പമുള്ള കാരണം നമ്മളോടും അതിൻ്റേതായ ഒരു രീതിയിൽ ഉള്ള പെരുമാറ്റവും കാര്യങ്ങളുമാണ്. ആനപ്പണിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലൊരു ആഗ്രഹം ഉണ്ടായി. കൊച്ചച്ഛൻ ആനക്കാരനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൽ തോന്നി. അങ്ങനെ കൊച്ചച്ഛൻ്റെ കൂടെ അങ്ങനെ ഇറങ്ങി. പിന്നെ അങ്ങനെ കുറേ ആളെ അങ്ങനെ നടന്നു. പിന്നെ സ്ഥിരതായി. ആനകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് കീഴ്പ്പെടുന്നില്ല. നമ്മൾ എത്ര വർഷം ആനയെ കൊണ്ടു നടന്നാലും ആന ഇത് വന്യജീവിയാണ്. അതിന് എപ്പോഴെങ്കിലും മൃഗീയ സ്വഭാവം ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ എന്തൊക്കെ കാണിച്ച് കൊണ്ടു നടന്നാലും അത് ചില സമയത്ത് അതിൻ്റെ മനസ്സിലുണ്ടാവും. പിന്നെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോകണു. ഇപ്പോൾ നമ്മളെ മക്കളെ വളർത്തണ മാതിരി മക്കൾ ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടുന്ന മാതിരി ആനയും ചില സമയത്ത് ദേഷ്യപ്പെടും. അപ്പോൾ നമ്മൾ കുറച്ച് കണ്ടില്ല കുറച്ച് കേട്ടില്ല എന്ന് പറഞ്ഞൊക്കെ അങ്ങ് പോകണം. അതാണ് ഇതിൻ്റെ കാര്യം. തീർച്ചയായും അത് ആ എക്സ്പീരിയൻസിൽ നിന്ന് ഇത്രയും വർഷത്തെ ഒരു തൻ്റെ ഈ ആന ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. ലിഷോയ്, ആനകളിലെ സൂപ്പർ സ്റ്റാർ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമില്ലാതെ പറയാം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും അതുപോലെ ഈ നമ്മുടെ ചിറക്കൽ കാളിദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് സിനിമ സൂപ്പർ സ്റ്റാർ ആണ്. അപ്പോൾ ഈ സൂപ്പർ സ്റ്റാറുകളെയൊക്കെ നോക്കി നടത്തി മിരുത്തുന്നയാൾ അത് തൃക്കരിയൂർ വിനോദ്. അപ്പോൾ ഇവരുടെയൊക്കെ ഫാൻ, ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെയും കാളിദാസിൻ്റെയും ഒക്കെ ഫാനാണ് തൃക്കരിയൂർ വിനോദ്. എന്തൊക്കെയാണ് വിനോദേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ? ഈ 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതിലധികം എക്സ്പീരിയൻസ് ഉണ്ട് ഈ വിനോദേട്ടന്. ഈ ആനകളെ കൃത്യമായി പരിപാലിച്ചുകൊണ്ടും ആനകളുടെ ഓരോ ആനകളുടെയും സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടും പ്രവർത്തിക്കുന്ന ഒരു ആനപ്പാപ്പാൻ കൂടിയാണ്. ഇപ്പോഴാണ് ഈ പറയുന്ന പോലെ എലിഫൻറ്റ് സ്ക്വാഡും അതുപോലെ തന്നെ മയക്കുവെടി വയ്ക്കാൻ ഡോക്ടർമാരും ഒക്കെ ആന ഇടഞ്ഞാൽ ഉണ്ടാക്കുന്നത്. ഇതിനൊക്കെ മുമ്പ് ഒരു കാലമുണ്ടായിരുന്നു വിനോദേട്ടനും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തൊക്കെയായ മനോജ് ഈ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ അവർ ഈ ആന ഒരു സ്ഥലത്ത് ഇടയുകയാണെങ്കിൽ ഇവർ പോയി ആ ആനയെ തളയ്ക്കുകയാണ് പതിവുണ്ടായിരുന്നത്. അങ്ങനെ തളയ്ക്കുമ്പോൾ ഓരോ ആനകളുടെയും സ്വഭാവം, ആ ഒരു സാഹചര്യം എന്താണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെയും ചിറക്കൽ കാളിദാസൻ്റെയും എല്ലാം പാപ്പാനായി ഇപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിലും സ്റ്റാറാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് അവസാനം പറഞ്ഞ ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു വാചകം എന്ന് പറയുന്നത്. എത്രയൊക്കെ നമ്മൾ സ്നേഹിച്ചാലും ഇതൊരു വന്യമൃഗമാണ്. ആ വന്യമൃഗം അതിൻ്റെ വന്യതയിലേക്ക് ഇടയ്ക്കൊക്കെ മടങ്ങിപ്പോകും. അപ്പോൾ നമ്മളൊരു കുട്ടിയെ അല്ലെങ്കിൽ സ്വന്തം മക്കളെ നോക്കുന്നത് പോലെ തന്നെ നോക്കി ആ ഇടയ്ക്കൊക്കെ മക്കൾ നമ്മളോട് പിണങ്ങുമ്പോൾ അവരെ പരിചരിക്കാൻ നമ്മൾ കാണിക്കുന്ന ആ ഒരു മനസ്സ് തന്നെ ആനകളുടെ കാര്യത്തിലും കാണിക്കുക എന്നുള്ള ഒരു ഉപദേശം കൂടിയാണ് വിനോദേട്ടൻ നൽകുന്നത്.